കേരളത്തിലെ ഒരുപാട് വീടുകളിൽ നിന്ന് സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യമാണത്. വലിയ പ്രതീക്ഷയോടെ നമ്മൾ വിദേശത്തേക്ക് പഠിക്കാനയച്ച മക്കൾ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വിളിക്കാത്തത്, അഥവാ വിളികൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്? ഇതൊരുപാട് അച്ഛനമ്മമാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ? ഈ ചോദ്യത്തിന്റെ എല്ലാം പുറകിലുള്ള ഏറ്റവും വലിയൊരു പേടി ഒരുപക്ഷെ ഇതായിരിക്കും: എന്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞുപോയോ? നമ്മൾ കൊടുത്തതൊക്കെ അവർ മറന്നുപോയോ? ഈ ഒരു സംശയത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതൊരിക്കലും ഒരു വീട്ടിലെ മാത്രം പ്രശ്നമല്ല. കേരള മൈഗ്രേഷൻ സർവേ 2023 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം വിദേശത്തേക്ക് പഠിക്കാൻ പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതൊരു ചെറിയ സംഖ്യയല്ല. അപ്പോ അതിനർത്ഥമെന്താ? നമ്മളിവിടെ സംസാരിക്കുന്നത് ഒന്നോ രണ്ടോ വീടുകളുടെ കാര്യത്തെക്കുറിച്ചല്ല. കേരളത്തിലുടനീളമുള്ള ആയിരക്കണക്കിന് വീടുകളെ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഫോൺ വിളികൾ കുറയുന്നതിന് പിന്നിൽ? പഠനങ്ങൾ പറയുന്നത് ഇതിനു കാരണം സ്നേഹക്കുറവല്ല, മറിച്ച് തികച്ചും സാധാരണമായ 4 മാനസിക കാരണങ്ങളാണെന്നാണ്. നമുക്കവ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടി വിശദമായി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, നമ്മൾ അറിയാതെ തന്നെ ശീലിച്ചു പോയ ഒരുതരം വൈകാരിക അകലം. രണ്ടാമത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വാശി. മൂന്നാമത്തേത്, പ്രതീക്ഷകൾ കാരണം ഉണ്ടാകുന്ന ഒരുതരം കുറ്റബോധം. പിന്നെ അവസാനം, നാളെ വിളിക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്നത് പതിയെ ഒരു ശീലമായി മാറുന്നത്. നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് വരാം, അതായത് വൈകാരികമായ അകലം. കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ സ്നേഹത്തിനൊരു കുറവും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ വികാരങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു ശീലം, അത് പലയിടത്തും കുറവായിരിക്കും, അല്ലേ? പഠിത്തം, മാർക്ക്, ജോലി, ഇതൊക്കെയായിരിക്കും എപ്പോഴും സംസാര വിഷയം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വലുതാകുമ്പോൾ വെറുതെ ഫോൺ വിളിച്ച് സുഖവിവരം അന്വേഷിക്കാനോ അല്ലെങ്കിൽ തന്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനോ ഒരു ചമ്മലുണ്ടാകും. അതെങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നുപോലും അവർക്ക് ചിലപ്പോഴറിയില്ല. അതോടെ ആ ഫോൺ വിളി തന്നെ അവർക്ക് വലിയൊരു ഭാരമായി തോന്നിത്തുടങ്ങും. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: ഇമോഷണൽ കട്ട് ഓഫ്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല കേട്ടോ. കുടുംബത്തിൽ നിന്നുള്ള ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അവരറിയാതെ തന്നെ ഒരു വൈകാരിക അകലം പാലിച്ചു തുടങ്ങുന്നതാണ്. ദൂരം കൂടുന്തോറും ഈ അകലം സ്വാഭാവികമായും കൂടുകയും ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വരാം: സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശക്തമായ ആഗ്രഹം. ഇത് ഏതൊരാളുടെയും വളർച്ചയുടെ സ്വാഭാവികമായ ഒരു ഭാഗമാണ്. ഇവിടെയാണ് പലപ്പോഴും ഏറ്റവും വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അവൻ ഞങ്ങളെ മറന്നു എന്നായിരിക്കും. പക്ഷേ മക്കളുടെ മനസ്സിൽ എന്തായിരിക്കും? അയ്യോ, പുതിയ നാട്ടിലെ എന്റെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പറഞ്ഞ് അവരെ കൂടി വിഷമിപ്പിക്കേണ്ട, എന്തെങ്കിലും ഒരു നല്ല വാർത്തയുണ്ടായിട്ട് വിളിക്കാം. ഇതായിരിക്കും അവരുടെ ചിന്ത. അതുകൊണ്ട് ആലോചിച്ചു നോക്കൂ, ഈ അകലം പാലിക്കുന്നത് ഒരു തരത്തിൽ അവനവനോട് തന്നെയുള്ള ഒരു തെളിയിക്കലാണ്. എനിക്ക് ഒറ്റച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നവർ സ്വയം ഉറപ്പിക്കുകയാണ്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല. ശരി, ഇനി നമുക്ക് അവസാനത്തെ 2 കാരണങ്ങളിലേക്ക് കടക്കാം. ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, വിജയിക്കണം എന്നുള്ള ആ ഒരു സമ്മർദ്ദം. 2, ആ സമ്മർദ്ദം കാരണം ഫോൺ വിളി പിന്നെയാവാം എന്ന് മാറ്റിവെക്കുന്നത് ഒരു ശീലമായി മാറുന്നത്. ഇതൊരു സൈക്കിൾ പോലെയാണ്. നാട്ടിലെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്: എനിക്കിവിടെ ഇതുവരെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ പിന്നെ എന്ത് പറയാനാ വിളിക്കുന്നത് എന്നൊരു കുറ്റബോധം. അതിന്റെ കൂടെ പഠനം, പാർട്ട് ടൈം ജോലി, പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള ഓട്ടം. ഇതിനിടയിൽ നാളെ വിളിക്കാം എന്ന് വിചാരിക്കുന്നത് ആഴ്ചകളും മാസങ്ങളുമായി അങ്ങ് നീണ്ടുപോകും. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ 4 കാരണങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഫോൺ വിളികൾക്കിടയിൽ ഒരു വലിയ നിശ്ശബ്ദത രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: മക്കൾ വിളിക്കാത്തത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഒരിക്കലുമല്ല. മറിച്ച് ദൂരം, വളർച്ചയുടെ ഭാഗമായുള്ള സ്വാതന്ത്ര്യത്തിനുള്ള ആ ഒരു ശ്രമം, കുട്ടിക്കാലം മുതലുള്ള ശീലങ്ങൾ, പുതിയ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ആശയവിനിമയത്തിലെ ഒരു വെല്ലുവിളി മാത്രമാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: ദൂരമൊരു യാഥാർത്ഥ്യമായിരിക്കെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഈ വൈകാരികമായ അടുപ്പം എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും? ഒരുപക്ഷേ അടുത്ത തവണ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്.